ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വചനം. ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യേശുക്രിസ്തു മുഖാന്തരം മാനവരാശി മുഴുവൻ രക്ഷിക്കപ്പെടേണ്ടതിനാണ്. ആ രക്ഷണീയ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കായി ഇന്നും ജീവിക്കുന്നു. ലോകത്തിൽ അനവധി ഇടയന്മാരുണ്ട്. ഇവിടെ പറയാണ് യേശു നല്ല ഇടയനാണ്. എന്നാൽ 10-ാം വാക്യത്തിൽ പറയാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, പിശാച് വരുന്നില്ല. എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും യേശു ക്രിസ്തു വന്നു. പിതാവിൻ്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് താണിറങ്ങി മാനവരാശിക്ക് വേണ്ടി വന്നു. ഒരിക്കലൊരു പിതാവ് താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ പുത്രന് പനി പിടിച്ച് ടെമ്പറേച്ചർ കൂടി എത്ര ശ്രമിച്ചിട്ടും ടെമ്പറേച്ചർ കുറയാതെ വന്നപ്പോൾ, ടെമ്പറേച്ചർ ഹൈ ആയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ആ പിതാവ് മകനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഈ കുഞ്ഞിന് പനി മൂർച്ഛിച്ചു, ടെമ്പറേച്ചർ കൂടി മരണാസന്നനായി. ഹൈ ടെമ്പറേച്ചറിലിരിക്കുന്ന മരണത്തോട് സമീപിക്കുന്ന ഈ കുഞ്ഞ് പിതാവിനോട് പറഞ്ഞു, അപ്പാ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാനിപ്പോൾ മരിച്ചു പോകും, എനിക്ക് എൻ്റെ ശരീരത്തിൽ വലിയ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. ഇത് കേട്ട പിതാവിൻ്റെ ചങ്ക് വേദനിച്ചു, ഹൃദയം വേദനിച്ച് എന്തെന്നില്ലാത്ത ഭാരമുണ്ടായപ്പോൾ ഈ ലോകത്തിലെ ആ പിതാവ് മകനോട് ഇപ്രകാരം പറഞ്ഞു, മകനെ നീ മരിക്കത്തില്ല. ആ മകനെ മരിക്കാതിരിക്കാൻ പിതാവ് പെട്ടെന്ന് താനും പോയിക്കൊണ്ടിരുന്ന വാഹനം സ്പീഡിലാക്കി ആശുപത്രിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു പിതാവ് തൻ്റെ പുത്രൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. തങ്ങൾ മരിച്ചാൽ പോലും പുത്രൻ ജീവനോടെ ഇരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഒരു സ്വർഗീയ പിതാവാം ദൈവം നമുക്കായി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി നമ്മളെത്ര നേർച്ചകൾ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധനായ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ ചെല്ലാൻ കഴിയാതെ ഇരുന്നപ്പോൾ ദൈവം തന്നെ നീതിമാനായിരുന്നവൻ, നിഷ്കളങ്കനായിരുന്നവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന, പാപം ചെയ്യാത്ത, പാപികളിൽ നിന്ന് വേറിട്ടിരുന്ന,
പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുന്നു. പുത്രൻ ഗത്സമനത്തോട്ടത്തിൽ അതിവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ പാനപാത്രം, മുഴു ലോകത്തിലെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കുള്ള പാനപാത്രം തങ്കിൽ നിന്ന് എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പിതാവ് പുത്രനെ അതിനായി ഒരുക്കുകയാണ് ചെയ്തത്. പുത്രൻ ഈ മുഴു ലോകത്തിനു വേണ്ടി, മാനവരാശിക്ക് വേണ്ടി മരിക്കേണ്ടതിനായി പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുത്രനും പറയുകയാണ്, അല്ല പിതാവേ, എങ്കിലും നിന്റെ ഇഷ്ടം നിറവേറണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, അതിവേദനയാണ് ഒരു പുത്രൻ മരിക്കുമ്പോൾ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ജീവനോടെ ഇരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് അതിവേദനയാണ്. എന്നാൽ സ്വർഗീയ പിതാവ് തൻ്റെ വേദന മറന്ന് നമ്മെയും, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ യേശു സ്നേഹിച്ചതുകൊണ്ട്, പിതാവ് സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഓമനപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ, യേശു ചൊരിഞ്ഞ രക്തത്തിലൂടെ സമൃദ്ധമായ ഒരു ജീവൻ, ഒരു വിടുതൽ എനിക്കും നിങ്ങൾക്കും നൽകാൻ പിതാവ് ആഗ്രഹിച്ചു. നിത്യജീവൻ, പാപത്താൽ മരിച്ച് എന്നേക്കുമായി നഷ്ടപ്പെടേണ്ട മാനവരാശിയെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. ഇന്ന് നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞത്, യേശു വില കൊടുത്തത് എനിക്ക് ജീവൻ തരാനാണ്, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങളെ അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമാകും, ശാപങ്ങൾ മാറിപ്പോകും, നിങ്ങളെല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ ഈ പ്രിയമക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഇവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകട്ടെ. ഇവർക്ക് ജീവനുണ്ടാകട്ടെ, സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകട്ടെ. അത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിൽ യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥ.